ഹായ് മക്കളെ, നിങ്ങൾക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു ഹാപ്പി ബ്രേക്കിംഗ് ന്യൂസുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. സംഭവം മറ്റൊന്നുമല്ല, അതായത് ഓണപ്പരീക്ഷയുടെ ഡേറ്റ് വന്നു കഴിഞ്ഞു. നിങ്ങളൊക്കെ ഈ ഓണപ്പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങണം എന്നുള്ള രീതിയിൽ ഓരോ വിഷയങ്ങളിലും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്, ആ ചാപ്റ്റേഴ്സിനൊക്കെ എത്ര മാർക്കിന് ചോദ്യം വരും, അതിൻ്റെ വെയിറ്റേജ് എത്രയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാനുള്ള നല്ല ആഗ്രഹത്തിലായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു ന്യൂസും കൂടെ എയറിലുണ്ടായിരുന്നു. അതായത് ഇത്തവണത്തെ ഓണപ്പരീക്ഷയ്ക്ക് കൂടുതൽ ചാപ്റ്റേഴ്സ് ഇന്ന് ചോദ്യം ചോദിക്കും. ഒരു പരിധിവരെ അത് ശരിയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഓഗസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഓണപ്പരീക്ഷ ഇത്തവണ സെപ്റ്റംബറിലാണ് നടക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 15 ദിവസത്തെ വ്യത്യാസമുണ്ട്. ആ 15 ദിവസം കൊണ്ട് ചില പാഠങ്ങളിൽ ചില വിഷയങ്ങൾ ഒരു ചാപ്റ്റേഴ്സും ചിലതിലൊരു അര ചാപ്റ്ററൊക്കെ കൂടാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പം ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫിസിക്സിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2022-ലെയും 2023-ലെയും ഓണപ്പരീക്ഷയ്ക്ക് ഏകദേശം 2 ചാപ്റ്ററിനെ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ ആദ്യത്തെ ചാപ്റ്ററിനാണ് 30 മാർക്കിൻ്റെ കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഇത്തവണ 3ാമത്തെ ചാപ്റ്ററും കൂടെ വരികയാണെങ്കിൽ ഈ മൊത്തം വെയിറ്റേജൊക്കെ മാറിയായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കൊക്കെ സന്തോഷം നൽകുന്ന രീതിയിൽ ഇത്തവണ മഴക്കെടുതി കാരണം ഒരുപാട് അവധികൾ നൽകിയത് കൊണ്ട് തന്നെ ഈ 15 ദിവസം നീട്ടിക്കിട്ടിയ 15 ദിവസം വല്ലാതെ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം കഴിഞ്ഞ വർഷത്തെ അതേ സിലബസ് തന്നെയായിരിക്കും ഓണപരീക്ഷയ്ക്ക് ഉണ്ടാവുക എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് തന്നെ വെയിറ്റേജ് വീഡിയോ നമുക്കിനി ധൈര്യമായിട്ട് പുറത്തിറക്കാവുന്നതാണ്. വെയിറ്റേജ് വീഡിയോ ആവശ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക, സാറേ വെയിറ്റേജ് വീഡിയോ വേണം എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ എന്ത് ചെയ്തു തരും, എല്ലാ വിഷയങ്ങളുടെയും വെയിറ്റേജ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നാളെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ തരും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഹാപ്പി ന്യൂസ് ആയിട്ടൊന്നും കരുതണ്ട കേട്ടോ. അതായത് എന്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്സിലെ 11 പാഠങ്ങൾ ഫൈനൽ എക്സാമിന് പഠിക്കണം. അതിലിപ്പോൾ 3 പാഠാണോ 4 പാഠാണോ ഓണപരീക്ഷ വലിയ വിഷയമല്ല. പക്ഷേ എന്നാലും ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർക്ക്, പക്ഷെ ഇനിയും ആ ഒരു ട്രാക്കിലേക്ക് എത്താത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 4 പാഠത്തിന് പകരം 3 പാഠം പഠിച്ചാൽ മതി എന്ന് പറയുന്നത് ഒരാവേശമാണ്, ഒരു എനർജിയാണ് അല്ലേ. പക്ഷേ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്നത് വരെ മാത്രമല്ല, കണ്ടു കഴിയുന്നത് വരെ മാത്രം പോരാ. നിങ്ങൾക്ക് കിട്ടിയ ഒരു സുവർണാവസരമാണെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സീരിയസ് ആവണം, പഠിക്കാൻ തുടങ്ങണം, പഠിക്കാൻ തീരുമാനിക്കണം. നമ്മളെ സംബന്ധിച്ച് ഇനിയും ഏകദേശം 1 മാസം കൂടെ ഓണപരീക്ഷയ്ക്കുണ്ട്. 1 മാസം നിങ്ങളെ സംബന്ധിച്ച് ധാരാളമാണ്. ഇതുവരെ തുടങ്ങാത്ത, ഒന്നും നോക്കാത്ത ആൾക്കാർക്കും ഇന്നു മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഓണപരീക്ഷ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് എക്സാം ആക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതിൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് എജ്യൂപോർട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങളാകെ ഒരൊറ്റ കാര്യം ചെയ്താൽ മാത്രം മതി. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ സംഭവമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് പഠിച്ചു തുടങ്ങുന്നുള്ള ഒരു തീരുമാനം ഇപ്പോൾ കണ്ണും പൂട്ടിയെടുക്കുക. ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് വെക്കുക. ആ കമൻറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ത് ചെയ്യും, അത് രേഖപ്പെടുത്തും. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നതായിരിക്കും. സോ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഞാൻ പഠിച്ചു തുടങ്ങുന്നു കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ, സബ്സ്ക്രൈബും ചെയ്യുക. കൂടെ ഉണ്ടാവും എജ്യൂപോർട്ട് ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിത്തരുന്നത് വരെ.